ശസ്ത്രക്രിയകൾ മാറ്റിവെക്കപ്പെടുന്നു. യൂറോളജി ഉൾപ്പെടെ ന്യൂറോളജി, കാർഡിയോളജി തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകൾ പോലും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലും യഥാസമയം ഡോക്ടർമാരുടെ സേവനം ലഭിക്കാത്തതിൻ്റെ പേരിലും ഗുരുതരമായിട്ടുള്ള അപജയങ്ങൾ നേരിടുമ്പോൾ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ ഈ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ചികിത്സയിൽ കൂടി പ്രാധാന്യം കൊടുക്കാനും ഗൗരവത്തോടു കൂടി അതിനെ സമീപിക്കാനും വേണ്ടി തയ്യാറാകണമെന്നാണ് വിനയപുരസ്സരം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. വിദേശത്ത് ചികിത്സ പോകുന്നതിൽ നിന്നും ഒരു കുഴപ്പവുമില്ല, ഒരു തെറ്റുമില്ല. അദ്ദേഹം അവിടെ ചികിത്സ നടത്തി. പക്ഷേ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ 1 ആണ്, ഇന്ത്യക്ക് മാതൃകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞു, അവിടെ ഡോക്ടർ നടത്തിയ പരാമർശത്തെ അപലപിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഡോക്ടറുടെ ഒരു പരാമർശം ദേശീയ തലത്തിൽ ഏറ്റവും മികവുറ്റ ആരോഗ്യ മാതൃക നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യരംഗത്തെ അപകീർത്തിപ്പെടുത്താൻ സഹായകരമായി എന്നുള്ള ആക്ഷേപമാണ് ഡോക്ടർക്കെതിരായി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ ഗവൺമെൻറ് സത്യത്തിൽ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഗവൺമെൻറ് ഒരു കാവൽ മന്ത്രിസഭയാണ്. ഇതൊരു കെയർടേക്കർ ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റിന് സത്യത്തിൽ അധികാരത്തിൽ തുടരാൻ പോലുമുള്ള അവകാശമില്ല. അവർ ഉയർത്തിക്കൊണ്ടുവന്ന 4ാമത് വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ഉം LDF-ഉം അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഉയർത്തിക്കൊണ്ടുവന്ന മുഴുവൻ അവകാശവാദങ്ങളും ഒന്നൊന്നായി തകർന്നു വീഴുന്ന സ്ഥിതിയാണ് കേരളത്തിൽ കാണുന്നത്. നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സിൻ്റെ സിംബോളിക്കായിട്ടാണ്, പ്രതീകാത്മകമായിട്ടാണ് നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് ഉയർത്തിക്കൊണ്ടുവന്നത്. വിഴിഞ്ഞം തുറമുഖം ഉയർത്തിക്കൊണ്ടുവന്നത്, ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ് എന്ന് ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ മുഴുവൻ അവകാശവാദങ്ങളും തകർന്നു വീഴുകയും നിരുത്തരവാദപരമായ പ്രവർത്തനത്തിലൂടെ, നിർവികാരമായ പ്രവർത്തനങ്ങളിലൂടെ സാധാരണ ജനങ്ങളുടെ ചികിത്സയും ക്ഷേമവും അവരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആശ്വാസ പദ്ധതികളും താളം തെറ്റുകയും ധൂർത്തും അതുപോലെ ആർഭാടവും അതുപോലെ പിടിപ്പുകേടിൻ്റെയും ഒക്കെ മുഖമുദ്രയായി ഗവൺമെൻറ് മാറുകയും ചെയ്യുന്ന സ്ഥിതിയാണ് വർത്തമാനകാല രാഷ്ട്രീയ സംഭവവികാസത്തിൽ കേരളത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, ആരോഗ്യ വകുപ്പിൻ്റെ മന്ത്രി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ വകുപ്പ് ഒഴിയണം. മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കാനുള്ള നല്ല സന്നദ്ധത അവർ പ്രകടിപ്പിക്കണം. അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൽസ്ഥാനത്തു നിന്ന് അവരെ മാറ്റി നിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ പുസ്തകമായി മാറിത്തീരും. അനാരോഗ്യ മേഖലയായി ആരോഗ്യ മേഖലയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.